മലപ്പുറത്ത് മഞ്ചേരിയിൽ SDPI പ്രവർത്തകരുടെ വീടുകളിൽ NIA റെയ്ഡ്. 4 പേരെ കസ്റ്റഡിയിലെടുത്തു. പാലക്കാട്ടെ ശ്രീനിവാസൻ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് NIA അന്വേഷണം. കേസിലെ പ്രതികളെ കസ്റ്റഡിയിലെടുത്തവർ സാമ്പത്തികമായി സഹായിച്ചു എന്നതിലാണ് പരിശോധന. അഷ്കർ അലി ഉണ്ട് സ്ഥലത്ത് നിന്നും. അഷ്കർ അലി, പാലക്കാട് ശ്രീനിവാസൻ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? എപ്പോഴാണ് റെയ്ഡ് തുടങ്ങിയത്? എത്ര സമയം നീണ്ടുനിന്നു? എത്ര പേരെ കസ്റ്റഡിയിലെടുത്തു? അരുൺ, ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് കൊച്ചിയിൽ നിന്നെത്തിയ NIAയുടെ വ്യത്യസ്ത യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ഒരേ സമയം തന്നെ മഞ്ചേരിയിലെ 5 ഇടങ്ങളിലായി ഇത്തരത്തിൽ റെയ്ഡ് നടന്നത്. 4 ഇടങ്ങളിലായിരുന്നു ആദ്യഘട്ടത്തിൽ NIA സംഘം എത്തിയത്. 4 പേരെ ആ 4 വീടുകളിൽ നിന്നും SDPI പ്രവർത്തകരായ 4 പേരെ NIA സംഘം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. SDPI പ്രവർത്തകരായ ചെങ്ങര സ്വദേശി ഷിഹാബുദ്ദീൻ, ആനക്കോട്ടുപുറം സ്വദേശി ഇർഷാദ് അലി, കേക്കേത്തല സ്വദേശി സൈദലവി, മങ്കരശ്ശേരി സ്വദേശി ഹാലിദ്, ഇങ്ങനെ SDPIയുടെ പ്രവർത്തകരായ 4 പേരെയാണ് ഇപ്പോൾ NIA സംഘം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കാരക്കുന്ന് സ്വദേശിയായിട്ടുള്ള പഴയടം ഷംനാദിന്റെ വീട്ടിൽ പരിശോധന നടത്തുകയും ചെയ്തു. എന്നാൽ ഷംനാദ് സ്ഥലത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നും മറ്റ് തെളിവുകൾ NIA സംഘം ശേഖരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നിലവിൽ NIAയിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 2022 നടന്ന കൊലപാതകം, പാലക്കാട് RSS നേതാവായിരുന്ന ശ്രീനിവാസന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് NIAയുടെ പരിശോധന എന്നാണ് ഇപ്പോൾ NIA വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 40-ലധികം ആളുകളെ പ്രതി ചേർത്തുകൊണ്ട് NIA കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതിലെ പ്രതികളായിട്ടുള്ള ചില ആളുകളെ ഈ 4 പേരും സാമ്പത്തികമായി സഹായിച്ചു എന്നുള്ളത് ഒരു സംശയമാണ് NIA പങ്കുവെക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 4 പേരെ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. എന്നാൽ കേസിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഒന്നും തന്നെ വീട്ടുകാരോട് അറിയിക്കാൻ NIA സംഘം തയ്യാറായിട്ടില്ല. ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കസ്റ്റഡിയിലെടുക്കുന്നു. ചോദ്യം ചെയ്ത ശേഷം കൂടുതൽ വിവരങ്ങൾ അറിയിക്കാമെന്നുള്ള ഒറ്റ കാര്യം മാത്രമാണ് NIA സംഘം പങ്കുവച്ചിരിക്കുന്നത്. ഇന്നലെ കേസിൽ 10ഓളം പ്രതികളെ കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ജാമ്യം നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് 17ഓളം പ്രതികൾക്ക് ജാമ്യം നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ 27ഓളം പേർ ജാമ്യം നൽകി പുറത്തിറങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് അതുമായി ബന്ധപ്പെട്ട ഈ പ്രതികളെ സഹായിച്ച 4 പേരെ ഇപ്പോൾ NIA സംഘം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അരുൺ, ഓക്കെ, താങ്ക് യു. അഷ്കറാണ് വിവരങ്ങൾ നൽകിയത്.